വെൽക്കം ബാക്ക് ടു ചാനൽ ഷഹീദ് ഷെയർ വ്ളോഗ്സ് അവരുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നാട് വിടുകയാണ് അല്ലേ? അതും KSRTCയിലാണ് നമ്മൾ നാട് വിടുന്നത് അല്ലേ? അപ്പോ ഒന്ന് രാത്രി 8:30ക്കാണ് മന്തി അടി പിടിച്ചോ ഇല്ല പോകട്ടെടാ വരാം ഞങ്ങൾ പിന്നെ ബീഫ് മന്തി കുട്ടൻ സോറി ബീഫല്ല മട്ടൺ മകളെ കെൽപ്പില്ല എങ്കിലും പറട്ടെ കെൽപ്പിലേക്ക് തിരിച്ചു വരണടാ. അടി പിടിച്ചോളൂല്ലേ കൊറേ നേരം ഇങ്ങനെ കിടക്കണം. ഇങ്ങനെ സമ്മള്ളി നീരാവി ഇതാക്കണം മന്തി അൽമന്തി. ഇന്ന് വർത്താനം പറഞ്ഞ് നിൽക്കാൻ നേരമില്ല, പെട്ടി കെട്ടാണ്ട്. അപ്പൊ ദുബായിക്ക് പോവാണ്. അപ്പൊ ചോറും വെച്ചോ. ബെഡൊക്കെ അടികൂലിക്ക് മേടിക്കെടുക്കുന്നു. അപ്പോൾ മറ്റേ നമ്മളെ പഴയ ബാഗിൻ്റെ അവസ്ഥ പരിതാപകരമായ സ്ഥിതിക്ക് നമ്മൾ പുതിയ ബാഗ് വാങ്ങി. നിങ്ങളെ ഫോട്ടോ ഞാൻ കുളിച്ചുകാണ്ട് കടിവിൽ ഒന്നുമില്ലാതിരിക്കുന്നതാണ്. പുതിയ ബാഗ് നമ്മളെ പഴയ ബാഗ് 4-5 കൊല്ലം ഉണ്ടാവില്ലേ? കൊറോണന്റെ ഒക്കെ മുമ്പ് കട തുടങ്ങിയ അതിലൊക്കെ തന്നെ 5 കൊല്ലം 5 കൊല്ലത്തിന് ശേഷം ട്രാവൽ ബാഗ് ഒന്നുകൂടി കഫ്താൻ നിർത്തിയാൽ ബ്രാൻഡ് അയച്ചാൽ ഇങ്ങോട്ട് നിർത്തി ബ്രാൻഡ് അയച്ചാൽ ഓൺ പ്രൊഡക്റ്റ് ആണ് ഇടുള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടി കെട്ടിട്ടോ ഞങ്ങൾ പോകാൻ. ഞങ്ങൾക്ക് 8 മണിക്ക് പോകണം. ഇപ്പൊ സമയം ഇപ്പൊ സമയം 6:30. 2 മാക്സി എടുത്തു. സ്ഥിരട്ടില്ലല്ലേ എനിക്ക് പോകുമ്പോ ഇങ്ങനെ പ്ലേറ്റിലിരുന്ന് തിന്നാൻ കുറുക്കാന് തേങ്ങ ബിസ്ക്കറ്റ് 2 മറ്റേന്നല്ലേ സാധനം. എന്ത് രണ്ടും ഒരേ സാധനം തന്നെ. ഇത് പരത്താത്തത് ഇത് പരത്തില്ല. ഇതെന്താ മുളകൊക്കെ ഇട്ടുക്കണോ? ഫ്രൂട്ടി ഇത് ഇതിന്റെ 1 2 3 ഇവിടെ കൊണ്ട് വിട പറയാൻ അങ്ങനൊന്നും പറയാനായിട്ടില്ല. സമയമായാലേ വിട പറയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇപ്പൊ പോണത് അങ്ങോട്ടാണ്. അപ്പൊ അവിടെ പറഞ്ഞു തരണ്ടേ എന്തിനാണെന്നുള്ളത്. ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് ആണ്. അതായത് പുതിയൊരു സംഭവത്തിന് തുടക്കമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാലേ ശരിയാകുള്ളൂ. പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞു. ഇനി ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഇത്രയും മരുന്നുകൾ അനിവാര്യമാണ്. ഇത് കുടിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ എന്തിനൊക്കെയാണെന്നറിയോ? പ്രഷർ, ഷുഗർ, പിന്നെ ബോധം പോവാതിരിക്കാന്, അറിയില്ലാന്ന് മാനം കുളിക്കാളും മുഴുവൻ ബാഗ് കിട്ടും കേട്ടോ. എവിടുന്ന് എപ്പോഴാ എന്താ നടക്കാന്ന് പറയാൻ പറ്റൂല. ചിലപ്പോ മൂച്ചിപ്രാന്തൊക്കെ ഇതില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ
അതിന്റെ ഉള്ളിലുള്ള സാധനം കാട്ടി കൊടുക്കണം. കാട്ടി കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിലോ? ഇതിൻ്റെ ഉള്ളിലുള്ളതോ? ജീവിതത്തിലെ ഈ 20 നിന്റെ നോട്ട് കൊണ്ടുള്ളത് തൊട്ട് കൊടുക്കുകയാണ്. ഈ 10 പോണത് ഇനി ഈ പൈസ കൊണ്ടാണ്. കണ്ടില്ലേ? ഇതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഞാൻ ജീവിതം തുടങ്ങാൻ പോണത്. ഗൂഗിൾ പേ ഒന്നുമില്ല. ഇത് ആകെ ഇതുള്ളൊരു 500. ഞാൻ പാവാണ്. ഇനി ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് വിചാരിച്ചിട്ട് ഇവിടെ കള്ളന്മാർ വരാനൊന്നും നിൽക്കണ്ട. ഇവിടെ എൻ്റെ കുറച്ച് 4 അതും ഇതും മാത്രമേ തോരട്ടതുള്ളൂ. ബാക്കിയൊക്കെ എടുത്ത് ഞാൻ പോവുകയാണ്. ഇത് ഇനിയിപ്പോൾ എന്തിൻ്റെ ചാടിയത് അതൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് നോക്കാം. ഇത് അല്ലെങ്കിൽ നമ്മുടെ ഇത് വേണോ? എന്നാൽ കടന്ന് ചാർജ് ഏറ്റല്ലേ? അല്ലെങ്കിൽ ഇതിങ്ങനെ നീച്ച് കിടക്കാൻ പോകേണ്ടി വരും. മെക്കാനിക് ചെയ്ത പോവാൻ നേരത്തെ ഫ്ലൈറ്റ് പോകും. ഇതിപ്പോ ഇനഞ്ഞ് വെക്കുക. ഇതിലെ നോട്ടെ. ഇതിന്റെ 2 മറ്റേ ചാർജറൂടെ. ഇറങ്ങാണ്. ഇതിർത്തോളി അത് കേൾക്കൂല. ചാർജറിലിടാൻ വേണം. ചാർജർ കഴിഞ്ഞാൽ 1% കഴിഞ്ഞാൽ കാണാം. കഴിച്ചോ? അരമണിക്കൂർ മുമ്പ് തന്നെ സ്റ്റാൻഡിക്ക് കാറ്റി നിൽക്കുമ്പോൾ വണ്ടി കുളിച്ചു നോക്കിയാ 7:30 വരാൻ പറഞ്ഞു. ഇതിനുള്ള ഫുഡ് ഇവിടുന്ന് പായിപ്പിച്ചാണ്. എനിക്കും നന്നാണ് സാലോ എനിക്കും അനക്കേ എന്ന് പറഞ്ഞാലാണ്. ഇതാരതാണ്? ചാർജറല്ലേ? ആയിക്കോട്ടെ വെച്ചോളി. അതിന്റെ മറ്റേ കട്ടാടെ അതും വെച്ചോളി. ഇല്ലെങ്കിൽ ഇതാ പക്ഷെ അതെന്താ 2-3 കുത്ത അതിന്റെ ബസ്സിൽ ഇരുന്നിട്ട് ഞങ്ങളെ ചോറ് വെച്ചണേ. ഞാൻ മണി പോരാ. എവിടേക്ക്? മലപ്പുറത്തേക്കോ? എന്റെ ജീവിതം തുടങ്ങാനുള്ള പേസ് മറന്നിക്കരുത്. അതാണ് ഈ ചോറ് വേണോ? അതല്ല പിന്നെ ഇപ്പൊ ഈ പാത്രം ഇങ്ങോട്ട് കയറ്റേണ്ടി വരും. എനിക്ക് വിശക്കണുണ്ട്. എന്നിട്ട് ഇവിടെ ഇടാനും തോന്നണില്ല. എന്നിട്ട് കൊണ്ടുപോകാം. എന്നാ പോയി വരാ. അങ്ങനെ പറയട്ടെ. ഇതൊരു ബാഗ് ഇങ്ങനെ ഇടണം. ഇതേതാണ്? അറിയില്ല. ഇങ്ങനെ ഞാൻ എടുത്തോളാം. വീഡിയോക്കും വേണ്ടി എടുക്കണ കേട്ടോ. 1-2 ഇത് അവിടെ ഞാൻ വീഡിയോയില് തറയെ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ പെരയിന്ന് ഓട്ടോറിക്ഷയ്ക്ക് പോകുന്നു കേട്ടോ. മലപ്പുറത്ത് നിന്നാണ് കേട്ടോ ബസ്. ഇത് എപ്പോഴും മലപ്പുറത്ത് നിന്ന് ബാംഗ്ലൂർക്ക് ബസ്സില്ല. SKS മാത്രമേ ഉള്ളൂ. SKS ഞങ്ങൾ കാവുങ്കിലെത്തിയപ്പോൾ പോയിട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ഞാൻ അതിലേ പോയിരുന്നത്. അപ്പോൾ അത് നമ്മൾ കാവുങ്കിലെത്തിയപ്പോൾ അത് അവിടെ നിന്ന് എടുത്ത് പോകണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇത് സീസൺ ആയതുകൊണ്ട് മലപ്പുറത്ത് നിന്ന് സ്പെഷ്യൽ ബസ്സാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഇതുള്ളത് കൊണ്ട് അതാണ് ഇട്ടതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 25-ാം തീയതിക്ക് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 25-ാം തീയതിക്ക് ക്ലോസ് ആയത് കാരണം ഞങ്ങൾ വേഗം ഇന്നലെ 2 ടിക്കറ്റ് ഉണ്ടായപ്പോൾ അത് എടുത്ത് കണ്ട് പെട്ടെന്ന് പോന്നതാണ്.
അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ മന്തി നമ്മൾ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമുക്കിവിടെ ഈ ഹോട്ടലിലെല്ലാം ഇവിടെ നിർത്തി തരാറുള്ളത് വേറൊരു ഉള്ളിൽ ഒരു ചെറിയൊരു ചായക്കട വഴി ആണ്. പക്ഷേ അവിടെയും പൊറോട്ട അപ്പം അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നല്ല ഒരു ഇത് നമ്മൾ കോഴിക്കോട് നിന്നാണ് സാധാരണ കയറാറുള്ളത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് മൂത്രമൊഴിക്കാണ്ടെങ്കിലും മൂത്രമൊഴിച്ചോളി എന്നൊക്കെ പറഞ്ഞു. ഇതിൻ്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ ഞാനപ്പെട്ട പെടൽ, അപ്പോൾ അതുകൊണ്ട് വേഗം അങ്ങനത്തെ സംഗതികളൊക്കെ കഴിച്ച് ബസ് കയറി. അങ്ങനെ ബസ് ചുരത്തുമ്പോൾ കയറി. ബസ്സിൽ ഞാൻ ഉള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, ബസ് എന്താ അറിയില്ല വലിയണില്ല, ചുരം ഇങ്ങോട്ട് കയറിയിട്ടും ഇങ്ങോട്ട് എത്തണില്ല. അങ്ങോട്ട് കണ്ടില്ല, ഇതിൻ്റെ മുന്നേ നമ്മളെ മുന്നിലൊരു AC ബസ്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ പെട്ടെന്ന് പോയി. ഞാൻ കുറി AC എടുക്കാതിരുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഭയങ്കര തണുപ്പാണ് കാരണം. അപ്പോൾ AC ബസ് ആകുമ്പോൾ പെട്ടെന്ന് മൂത്രമൊഴിക്കാൻ പോകേണ്ടി വരും. അപ്പോൾ അത് കാരണം ഞാൻ കുറി നല്ല തണുപ്പാണല്ലോ. പിന്നെ എപ്പോഴും ചിലപ്പോൾ ഒരു നിർത്തിയിട്ടെന്തെങ്കിലും പക്ഷേ ഇപ്രാവശ്യത്തെ ബസ്സിലേ അല്ലേ ഞാൻ ചെറുതൊക്കെ പറഞ്ഞിട്ട് ഈ കളിയിൽ കഴിഞ്ഞ പ്രാവശ്യം വലിയ അത്ഭുതമൊക്കെ പത്തുപാട് വലിയ അവസാനം ഇതിൻ്റെ തൊള്ളിയിലേക്ക് വരിക തോന്നും. ഞാൻ പറഞ്ഞു ഇതിനെ കൊണ്ട് മൂത്രമൊക്കെ മുട്ടി മരിച്ചിട്ടേ ചെയ്യാറ്, അത് നോക്കുമ്പോഴേ ഉണ്ട് അങ്ങനത്തെ കളഞ്ഞുണ്ടായിരുന്നു. പക്ഷേ ട്രെയിനിൽ പോയിട്ട് അതിൽ അപ്പം അതുകൊണ്ട് ബസ്സിൻ്റെ അപ്പോൾ ഞങ്ങൾ എന്താണ് ബസ്സിലങ്ങനെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ 8 മണിക്കാണ് നമ്മൾ മത്സരം. പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പിന്നെ ഓരോ സ്ഥലത്ത് നിർത്തി ആളൊക്കെ ഓരോ സ്ഥലത്ത്. അപ്പോൾ ഈ സമയത്ത് വെച്ചാൽ നേരത്തെ വലിച്ചു തുടങ്ങി. അപ്പോൾ ഈ ഒരു സമയത്ത് ഫോൺ മൂടിക്കോട് സംശയത്തിൻ്റെ പേരിലാണെന്ന് ഞാൻ നല്ല കോടം മൂടിക്കോട് സംശയം ഉണ്ടായിരുന്നു. കണ്ണിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല കേട്ടോ. ഇതൊക്കെ കണ്ണ് കാണില്ലല്ലോ ഇങ്ങനെ ഞാൻ വയനാട് കഴിക്കുന്നുണ്ട് കോടം മൂടി കൊടുത്തു. അപ്പോൾ നല്ല രസം, നല്ല തണുപ്പും അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് വീണ്ടും തോന്നി എൻ്റെ കണ്ണിന് കാഴ്ച കമ്മിയായോ, കണ്ണ് കാണാത്തതാണോ. അപ്പോൾ ഞാൻ വീണ്ടും ഫോൺ എടുത്ത് ഇങ്ങനെ ഒളിച്ചടിച്ച് നോക്കുമ്പോൾ ഓടം മൂടി തന്നെയാണ് കേട്ടോ. ഇങ്ങനെ കണ്ടില്ലേ ഒരു വണ്ടി അല്ല ഒരു വണ്ടി വരുന്നതൊന്നും ശരിക്ക് കുറേ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കാണുന്നത്, അവിടെ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് കാണുന്നില്ല. അപ്പം ഇങ്ങൊരു ഇതിൽ ഞാൻ എന്ത് ചെയ്തു, ആയിക്കോട്ടെ എന്നതും വീഡിയോ എടുക്കട്ടെ വിചാരിച്ച്. കാരണം എനിക്ക് നേരം പോണില്ലല്ലോ, ഇവനാണെങ്കിൽ കടന്നുറങ്ങും ചെയ്തില്ല, തല്ലുകൂടാനും ആരുമില്ല, വർത്താനം പറയാനും ആരുമില്ല. അപ്പോൾ ഇതിപ്പോൾ ഇനിയിപ്പോൾ 8-9 മണിക്കൂറും ഇങ്ങോട്ട് എത്തണ്ടേ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, 5 മണിക്കാണ് മൈസൂരെത്തി. 5 മണിക്ക് മൈസൂരെത്തിയപ്പോൾ പറഞ്ഞു മൂത്രമൊക്കെയുണ്ടെങ്കിൽ വേഗം മൂത്രമൊഴിച്ചൊക്കെ കൊണ്ടുവന്നാണ്. അപ്പം ഞാൻ സാലിനോട് ഒന്ന് വേഗം പോരെ, 3-4 മണിക്കൂർ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ബാംഗ്ലൂർ ലാൻഡ് ചെയ്തു. ഞാൻ പറഞ്ഞോളോട് ഊബർ വിളിച്ചു അവിടെ എത്തുമ്പോഴത്തേനൊക്കെ ടൈം റീൽസ് എടുക്കാറില്ല.
നമ്മളെ കേരള ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലും കൂടി നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് സാധാ ചോറ് ഉണ്ട്, ഉണ്ടോ? മലയാളിയാണ്. മുന്നിലുണ്ട് മീൽസ് ഉണ്ട്, ഓറഞ്ചോറും ഒക്കെ ഉണ്ട്. ഉച്ചയ്ക്ക് സാധാ ചോറൊക്കെ കിട്ടും. ആദ്യമൊക്കെ ബാംഗ്ലൂർ വരികയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഫുഡിനോട് ഭയങ്കര താല്പര്യമാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അല്ലാത്തതിൻ്റെ മേലത്തെ പ്രാവശ്യം നോമ്പിന് വന്നിട്ട് ഭയങ്കര തലവേദനയാക്കി. പിന്നെ ആ സമയത്ത് ഇവിടുത്തെ സ്മെല്ലിങ് ഉണ്ടായതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ഫുഡിൻ്റെ സ്മെല്ലടിക്കുമ്പോഴത്തേന് എനിക്ക് ഛർദ്ദിക്കാൻ വരും കേട്ടോ. ഇപ്പോഴൊക്കെ അങ്ങനെ തന്നെ. അപ്പോൾ അത് കാരണം ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ ഇവിടെ വന്നാൽ എനിക്ക് പുട്ടും കടലയും കിട്ടണം. കഴിഞ്ഞ പ്രാവശ്യം തന്നെ എനിക്ക് പുട്ടും കടലയും കിട്ടണം. പിന്നെ സാധാ ചോറ്, സാധാരണ എനിക്ക് ബിരിയാണി വിട്ടൊരു കളിയില്ലാത്ത ആൾ ഞാൻ ഇവിടെ വന്നാൽ എനിക്ക് സാധാ ചോറൊക്കെ വയ്ക്കുന്ന പോലെ. അങ്ങനെ ഞാൻ എൻ്റെ പുട്ടും കടലയും, കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല എൻ്റെ പുട്ടും കടലയും തിന്നു. അപ്പോൾ ഞാൻ ശാലുവിന് കൊടുന്ന് വെച്ച സാമ്പാർ ടേസ്റ്റ് വയ്ക്കും. അത് ബാംഗ്ലൂർ സാമ്പാറാട്ടോ, അത് നാടൻ തന്നെ സാമ്പാറും. പക്ഷേ അതിൽ നമ്മൾ പരിപ്പിൻ്റെ സാമ്പാറാണ് കേട്ടോ. ശാലു ദോശയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓൻ്റെ ദോശ ഓൻ തിന്നില്ല. അത് ഞങ്ങൾ എന്ത് ചെയ്തു, അങ്ങോട്ട് പാർസലാക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് ഇങ്ങനെ നടന്ന് വരികയാണ്. നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ കുറേ മലയാളികളെ ഇതുണ്ട്. അപ്പോൾ അതാണ് കാസർഗോട്ടുകാരാണ് കേട്ടോ അവർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് നിൽക്കാൻ നമ്മൾ എല്ലാ പ്രാവശ്യം വരുന്നതിനെക്കാട്ടിലും ഇതല്ല കേട്ടോ. നമ്മൾ സാധാരണ നമുക്ക് 2 കട്ടിലുള്ള റൂമാണ് കിട്ടൽ. ഇപ്രാവശ്യം സീസണല്ലേ, അപ്പം നമുക്കൊരു ചെറിയ സീസൺ അല്ലാത്ത സമയത്ത് വരുമ്പോൾ 2 ബെഡ് ഉണ്ടാകലുണ്ട്. അതേപോലത്തെ ഒരു കട്ടിൽ ഉണ്ടാകുന്നുണ്ട്. ഇത് ചെറിയ റൂമാണ്. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ ക്രിസ്മസ് വെക്കേഷനായിട്ട് നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വരികയല്ലേ. അപ്പോൾ ഫാമിലിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ഈ റൂം അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ റൂം തന്നാൽ ഇതില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ അവരെന്ത് ചെയ്തു, നമുക്ക് ഇപ്രാവശ്യം ഈ റൂമാണ് തന്നത്. അപ്പോൾ ഞങ്ങൾ റൂമിലെത്തി. ഇനി ഞാൻ കുളിച്ച് ഫ്രഷായിട്ട് ഫ്രഷായിട്ട് ഒന്ന് നല്ല കിടന്നുറങ്ങണം. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലത്തെ മാതിരി 8-9 മണിക്കൊന്നും കട തുടങ്ങൂല കേട്ടോ. 12 ബാത്റൂമൊക്കെ 11 മണിക്കാവും. എനിക്ക് എൻ്റെ സിസ്റ്റം ഇവിടുത്തെ ആൾക്കാർ, കാരണം ഞാൻ 12 മണിക്ക് കടയ്ക്ക് വരുള്ളൂ. അപ്പോൾ അതേമാതിരി ഇവിടുത്തെ ആൾക്കാർ 12 മണിയൊക്കെ ആയിട്ടാണ് ഓരോ കട ഓപ്പൺ ആക്കിയ. അപ്പോൾ അതിന് ഒന്ന് ഉറങ്ങി നീച്ചിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഇറങ്ങി കഴിഞ്ഞാൽ എത്ര 11 മണി വരെയൊക്കെ നമുക്ക് ഇങ്ങനെ കറങ്ങി നടക്കുക ഇവിടെ. അതാണ് ഇവിടുത്തെ കറങ്ങി നടക്കൽ. നമുക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഞങ്ങളുടെ ജീവിതത്തിലൊരു പുതിയ